ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരു കിടക്കാച്ചി ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സൈറ്റൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്കുള്ള ഡിഫറെൻറ്റ് പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻസ് വേക്കൻസി റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ ഇത് ഒരുപാട് പേർക്കുണ്ട്. PG ക്വാളിഫിക്കേഷൻ ഉള്ളവർ, MBBS, അതേപോലെ LLB, BTech അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ, ഇങ്ങനെ പല കാറ്റഗറിയിലും പോസ്റ്റുകൾ ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, മറ്റു ഡീറ്റെയിൽസ് കാണാം. സോ അതിനു മുന്നേ എന്നും പറയുന്നത് പോലെ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും നിങ്ങൾ മിസ്സാവാതെ എല്ലാ വീഡിയോസും കാണുക. അതേപോലെ ഇതുപോലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.fci.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ പോകുന്നുണ്ട് കാറ്റഗറി 120 പബ്ലിഷ്ഡ്. സോ ക്ലിക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ജോബ് വേക്കൻസി അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്, കറണ്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് ഇസ് ദ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയാണ്, ഡിഫറെൻറ്റ് പോസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് പോസ്റ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ മുതൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ ഓഫീസർ ഉണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഉണ്ട്, അക്കൗണ്ട്സ്, ലോ, ടെക്നിക്കൽ, അങ്ങനെ പല കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റുകൾ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നോക്കിവിടാം. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പേ സ്കെയിൽ നോക്കൂ, പേ സ്കെയിൽ സോ ഹൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായി. സോ 30 വേക്കൻസീസ് വരുന്നുണ്ട് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറിന്. അതുപോലെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ടെക്നിക്കൽ സെക്ഷനിലുണ്ട് 28 വേക്കൻസീസ് വരുന്നുണ്ട്. അക്കൗണ്ട്സിൽ 28 വേക്കൻസീസ്. അഗെയിൻ ലോ 33 വേക്കൻസി. മെഡിക്കൽ ഓഫീസർ, അപ്പോൾ MBBS കാറ്റഗറിയിൽ വരുന്നത് 35 വേക്കൻസീസ്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. സീ ഹിയർ, ഓൾ ടുഗെദർ വി ഹാവ് അറൗണ്ട് 90 വേക്കൻസീസ്. ഓക്കെ, സോ ടോട്ടൽ 89 വേക്കൻസീസ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം. അപ്പം ഈ ജനറൽ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വാളിഫിക്കേഷൻ. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, അഡ്മിനിസ്ട്രേഷൻ്റെ ജനറൽ മാനേജറിന് അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് A വരുന്ന പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഇക്വലന്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, ബി MSc, MA ഓർ MTech ഓർ എനി സച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ. അപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 55% എബവ് മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് ACA, AICWA, ACS അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഓർ 5 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ LLBക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ACA, AICWA, ACS ഇങ്ങനത്തെ കാറ്റഗറി വരുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് പഠിച്ചവർക്ക് അത് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഇൻ ടെക്നിക്കൽ സെക്ഷൻ. അപ്പോൾ ടെക്നിക്കൽ സെക്ഷനിൽ വരുന്നത് BSc ഇൻ അഗ്രികൾച്ചർ ഓർ BTech ഡിഗ്രി, BE ഡിഗ്രി ഇൻ ഫുഡ് സയൻസ്. ഓക്കെ, അപ്പോൾ ഫുഡ് സയൻസിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഓർ BTech ഡിഗ്രി ഓർ BE ഡിഗ്രി ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രോസസ്സിംഗ് ഓർ സോ ആൻഡ് സോ. അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി BTech ഓർ BE ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർ വി ഹാവ് നെക്സ്റ്റ് ഓപ്ഷൻ BTech ഡിഗ്രി ഓർ BE ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി.
or BTech degree or BE degree in biotechnology or industrial biotechnology or biotechnology so and so. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഈ കാറ്റഗറിയിൽ വരുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ പോസ്റ്റ് കോഡ് ബി വരുന്ന അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ടെക്നിക്കൽ സെക്ഷനിൽ BSc അഗ്രികൾച്ചർ ഓർ BTech ഇൻ ഡിഫറെൻറ്റ് ഫുഡ് സയൻസ് റിലേറ്റഡ് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ അവർക്കാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് വി ഹാവ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഇൻ അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ട്സിൽ വരുന്നത് ഒബിയസ്ലി CA ആയിരിക്കും അല്ലേ. സോ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ or Institute of Company Secretaries of India, so and so. Then we have the next category, Assistant General Manager in Law. ഇപ്പോൾ ജനറൽ മാനേജറിന് വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി ഇൻ ലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ LLB ഡിഗ്രി ആൻഡ് ഓർ അല്ല. സോ കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ഹിയർ ഇറ്റ് ഇസ്. ആൻഡ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. എക്സ്പീരിയൻസ് പറയുന്നത് മിനിമം 5 year എക്സ്പീരിയൻസ് ആസ് പ്രാക്ടീസിംഗ് ലോയർ ഇൻ എ സിവിൽ മാറ്റർ റെപ്രസെൻറ്റിംഗ് his clients for in at least 3 cases in every year, or 5 year experience as law officer in central government, state government PSU in IDA etc. അപ്പോൾ എക്സ്പീരിയൻസും കൂടി നോക്കണം. അപ്പോൾ എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഇൻ ലോ. ഇനി നെക്സ്റ്റ് കാറ്റഗറി നമുക്ക് നോക്കാം, മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി MBBS. അപ്പോൾ MBBS രജിസ്റ്റേർഡ് ആൻഡ് കംപ്ലീറ്റഡ് ദ പ്രിസ്ക്രൈബ്ഡ് ഹൗസ് സർജൻസി. അപ്പോൾ ഹൗസ് സർജൻസി കൂടി കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. either completed the internship in 1962 or undergone interment and compulsory surgery for a period of 1 year, rotary house surgery for 1 year etc. ഇത് ആ കാറ്റഗറിക്കാർക്ക് മനസ്സിലാവും ഈ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, 3 years എക്സ്പീരിയൻസ് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. So these are the general qualifications for different posts. Now we have, പിന്നെ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഓൺലി ഫോർ 1 of the പോസ്റ്റ്. ABCD ഇതിൽ ഒരു പോസ്റ്റിലേക്ക് മാത്രമേ ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ്. റിസർവേഷൻ റിലാക്സേഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. സോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വളരെ ലെങ്തി ആവും. ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്, വീഡിയോ ഹെവിലി ഭയങ്കര ലെങ്തി ആയിട്ടാണ് പോകുന്നത്, വളരെ സ്ലോ ആണെന്നൊക്കെ. നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇനി പാറ്റേൺ ഓഫ് ഓൺലൈൻ ടെസ്റ്റ് അതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 2.5 hour ഉള്ള എക്സാമാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ മാനേജ്മെൻറ്റ് എക്സെട്ര. ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദിസ് ബിഫോർ റൈറ്റിംഗ് ദ എക്സാം. സിലബസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ സിലബസും ഈ ഇൻസ്ട്രക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ, നമുക്ക് ഫീ ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ, ഫീ ഡീറ്റെയിലേക്ക് നമുക്ക് ചാടിപ്പോവാം. ഇതൊക്കെ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, സെൻറ്റർ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റേറ്റ് വൈസ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആർ ഗിവൺ. ഓക്കെ, നമുക്ക് കേരളയിൽ എവിടെയാണ്? കേരളയിൽ ട്രിവാൻഡ്രം വിത്ത് സെൻറ്റർ ഗിവൺ. ഓക്കെ, അപ്പം അതും കൂടി ഒന്ന് നോക്കാം. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഹിയർ വി ആർ. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 1000 rupees ആണ്. അപ്പം എല്ലാവരും ഞെട്ടണ്ട, അവിടെ എക്സംഷൻ ഉണ്ട്. എക്സംഷൻ നമുക്ക് പറയാം. SC, ST, PWD അതേപോലെ വിമൻ കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയിങ് അപ്ലിക്കേഷൻ ഫീ. അപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് 1000 രൂപയാണ്, ₹1000. ഓക്കെ, ബാങ്ക് ചാർജസ് എക്സ്ട്രാ ഉണ്ടാവും. സംതിങ് ഓൺലൈൻ ബാങ്കിങ് ആണെങ്കിൽ ഒരു 11 rupees or 4 rupees or സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ 1000 rupees ആണ് അപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. വിമൻ കാൻഡിഡേറ്റ്സ്, SC, ST, PWD കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ വിമൻ കാൻഡിഡേറ്റ്സും ഈ കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ്സും ഉടനെ തന്നെ അപ്ലൈ ചെയ്തോളൂ. സോ ദിസ് ഇസ് ദ ഫീ ഡീറ്റെയിൽസ്. ഇനി എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നും കൂടി അറിയണ്ടേ? ഈ നോട്ടിഫിക്കേഷൻ അതൊക്കെ കണ്ടുപിടിക്കുക വെരി ടഫ് ജോബാണ്. സോ ഐ ജസ്റ്റ് സേ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത് March 31st ആണ്. സോ ബിഫോർ March 31st യു ഹാവ് ടു അപ്ലൈ ഓൾ ദിസ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. www.fci.gov.in എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്.
അതിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് മറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, പിന്നെ അങ്ങനെ സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതാ ഡോക്യുമെൻറ്റ്സ്, ഇമേജ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് ജനറലി ഇതാണ്. സിഗ്നേച്ചർ, നിങ്ങളെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആവശ്യമുണ്ട്. പിന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. എന്താണ് ഡിക്ലറേഷനിൽ എഴുതേണ്ടതെന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. ഹിയർ ഇസ് ദ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂൾ പറയുന്നത് മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ. മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, വൈകിട്ട് 4 മണി വരെ. ദെൻ ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ മെയ് ആൻഡ് ജൂൺ. ഓക്കെ, ടെൻറ്റേറ്റീവ്ലി ഇൻ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. സോ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. മാർച്ച് 31 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈവൻ ദോ വി ഹാവ് ടൈം, പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിമൺ കാൻഡിഡേറ്റ്സിന് ഫീയും ഇല്ല അല്ലേ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തോളൂ. പോവാത്തോ എന്നുള്ളത് നോക്കണ്ട, യു ക്യാൻ അപ്ലൈ ഇറ്റ്. അപ്പം സോ ദീസ് ആർ ദ ജനറൽ ഡീറ്റെയിൽസ് അബൌട്ട് FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വിളിച്ചിട്ടുള്ള ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ജോബ് വേക്കൻസിയോ ഒരു അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.